ആർക്കെങ്കിലുമൊക്കെ നല്ല നല്ല സജഷൻസ് തരുവാണെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യണം അല്ലേ. കഴിഞ്ഞ പാക്കിംഗ് വീഡിയോയിൽ ഒരാൾ വന്ന് സജസ്റ്റ് ചെയ്തു വാക്യൂം കവേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് കിട്ടുമെന്ന്. എന്നാൽ പിന്നെ ഇത്തവണത്തെ അങ്ങനെ പാക്ക് ചെയ്യാന്ന് വെച്ചു. ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് എല്ലാം അടുക്കി വെച്ച് വാക്യൂം ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ബാഗിൽ കയറുന്നില്ല. സോ പിന്നെയും എയറെല്ലാം കളഞ്ഞ് ബാഗിൽ വെച്ച് അടുക്കിയിട്ട് വാക്യൂം ചെയ്തു. അപ്പൊ സെറ്റായി. സക്സസ്ഫുൾ ആയിട്ട് ചെന്നൈ ട്രിപ്പ് കഴിഞ്ഞ് നമ്മളിത് അടുത്തത് പോകുന്നത് ദുബായിലേക്കാണ്. ദുബായിൽ ക്രിസ്മസും ന്യൂ ഇയറും സെലിബ്രേറ്റ് ചെയ്യുന്നതിലുപരി ഒത്തിരി നാളായിട്ട് കാത്തിരുന്ന ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഹസ്ബൻഡ് ഫാമിലിയെ കാണാറില്ലല്ലോ, അവരെ ഒന്നിനും വിളിക്കാറില്ലേ, ഒരു ഫംഗ്ഷനും അവരാരെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന്. സോ അനീഷന് 2 സിസ്റ്റേഴ്സ് ആണുള്ളത്. ഒരാൾ ദുബായിൽ സെറ്റിൽഡ് ആണ്, ഒരാൾ US-ലും. സോ നാട്ടിൽ നടക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷനും അവർക്ക് അവിടുന്ന് വരുന്നത് പോസിബിൾ അല്ല. ഓരോ ഫംഗ്ഷനും നമ്മൾ അവരെ മിസ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിഷമം അവർക്ക് എന്തുമാത്രമായിരിക്കും. ലാസ്റ്റ് ടൈം അനീഷന്റെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചത് ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്നാണ്. അത് കഴിഞ്ഞതേ ഇപ്പോഴാണ് ആ ഒരു മൊമെന്റ് ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെ എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കിന് എല്ലാ കാഴ്ചകളും കണ്ട് ലോഞ്ചിൽ കയറി ഒരു ഓംലെറ്റും കഴിച്ച് ബോർഡിങ്ങിന് തൊട്ട് മുമ്പ് നീലൂട്ടൻ നല്ല ഗുഡ് ബോയ് ആയിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞ് ലാൻഡിങ്ങിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പാണ് കേട്ടോ എണീറ്റത്. ഫ്ലൈറ്റിൽ കയറി വളരെ ഗുഡ് ബോയ് ആയിട്ട് ഇരുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് എനിക്ക് എന്തൊരു സമാധാനവും ആശ്വാസമാണെന്നറിയാവോ. ഇനിയിപ്പോ ദുബായ് വിശേഷങ്ങളുമായിട്ട് ബാക്കി വീഡിയോയിൽ വരാം.